ആരാപ്പോ ഗേറ്റ് എടുക്കണേ? നിങ്ങളാണ് പുറത്ത് മതവെച്ചും കൊണ്ട് ഓട്ടോറിക്ഷയിൽ വന്നേ? ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം. നമ്മൾ ഹൗസ് ഓണറാന്ന് തോന്നുന്നുണ്ട്. എന്താ നിങ്ങളെ പേര്? കൃഷ്ണൻകുട്ടി പണിക്കരോ? അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ. ആ പണിക്കരെ, വാടക കൂട്ടി കിട്ടാനുള്ള അടവാണില്ലത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് വരട്ടുക. താൻ ആരാടോ? ഇതെന്റെ വീടാ. അതെ, ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. കാർത്തിയാനിയമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും. എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. 9 കൊല്ലായിട്ട് എത്ര കൊല്ലാലും ശരി, ഞാൻ ഇവരെ ഇവിടെ നടക്കും. ഭീഷണിപ്പെടുത്തെടുക്കാൻ ശ്രമിച്ച പണിക്കര് വീടറിയും. താൻ എന്നെ എന്തോ ചെയ്യും? വിഴുങ്ങോ? ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ? ഒരു സൂട്ട് അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസ് വന്ന് നടക്കും. സെക്ഷൻ 11 3ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടകക്കാരൻ എത്രയും പെട്ടെന്ന് ഒഴിയണം. എന്നാലും നിയമം പഠിപ്പിക്കണ്ട. ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ 9 വർഷമായിട്ട് താമസിക്കുകയാണല്ലോ, അതുകൊണ്ട് കുടികിടപ്പ് അവകാശം വേണമെന്ന്. ഒരു കാര്യമില്ല. ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കുകയും വേണ്ട. കെട്ടിടത്തിന്റെ മതിപ്പ് വില 750 രൂപയെ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ചാൽ പോലും കുടികിടപ്പ് അവകാശം കിട്ടില്ല. അതുകൊണ്ട് ആരും കേസിനും വയ്യാവേലിക്കും പോയിട്ട് ഒരു കാര്യമില്ല. ആളൊരു പോലെ വടിയാക്കരുത്. കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതോടോ അത്ര ചെറുതായി താനോ പോടോ. ഇവിടെ മനുഷ്യര് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. നിങ്ങളിപ്പോ കുറെ നിയമം പ്രസംഗിച്ചല്ലോ ഇവിടെ. വിവരമുള്ള വക്കീൽമാരെ നമ്മളൊന്ന് കാണട്ടാണ്, എന്നിട്ട് തീരുമാനിക്കാം. തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും. മര്യാദയ്ക്ക് സംസാരിക്കാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, എല്ലാത്തിനും കയറ്റും. ആഹാ, ഓടോ.